കണക്കണ്ട. നീ എന്ത് ചെയ്തു പറ നോക്കട്ടെ. പഞ്ചസാര തീർന്നു. ചൂടുവെള്ളം എന്ത് ചൊറിയാനാണ് അവിടെ 19 കണ്ടസ്റ്റന്റും കൊണ്ടുവന്നിരിക്കുന്നത്. വിചാരിച്ചത് നിങ്ങൾ വരുന്നപ്പോ വലിയ സംഭവം ഇപ്പൊ മനസ്സിലായി. ഒന്നുമില്ലാന്നല്ലേ? ഒന്നുമില്ലാന്ന് പറഞ്ഞ ഒന്നുമില്ല. ശരി, നല്ലതാ അത്. അല്ല, ഇവരുടെ വിചാരം ഒന്നിറങ്ങിയും 19 കണ്ടസ്റ്റന്റ് ഇറക്കിയിരിക്കുന്നത് ചൊറിയാൻ വേണ്ടി. ഇത്ര ചുമ്മാ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇരുന്ന് സംസാരിക്കില്ല. ഇരിക്കൂ. നമസ്കാരം. കുഴപ്പമൊന്നുമില്ല. ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യോ? എന്നെ ഡെയിലി ചെയ്തോണ്ടിരിക്കുന്നല്ലോ. ചലബുള്ള കത്തിക്കൊണ്ടിരിക്കുന്നല്ലോ. അതാണോ ഉദ്ദേശിച്ചത്? ഇന്ന് എന്തെങ്കിലും ചെയ്യോ? അങ്ങനെയാണ് കത്തിയത്. നിങ്ങൾ പുറത്ത് പോയിട്ട് നോക്കൂ. പുറത്ത് പോയിട്ട് നോക്ക്. അപ്പൊ നിങ്ങൾക്ക് അറിയും. പുറത്ത് പോയിട്ട് നോക്ക്. അതന്നെ നിങ്ങളുടെ ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പോണെങ്കിൽ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ചായ തരട്ടെ. വന്ന് അടുത്ത കോമഡി. ഞാൻ എന്താ നിന്റെ വിഷമം? 2 ദിവസമായി വന്നിട്ട് അതാ നിന്റെ വിഷമം. 6 ശത്രുക്കൾ ഉണ്ടാക്കി അല്ലേ? അതെന്റെ വിജയമാണ്. 2 ദിവസം കൊണ്ട് 6 പേര്. ശരി, 4 ദിവസം കൊണ്ട് എന്റെ ടാർഗറ്റ് 12 പേരാണ്. 5 ദിവസം കൊണ്ട് 18 പേരെ ഞാൻ ശത്രുക്കളാക്കും. എന്നിട്ട് ഒറ്റയ്ക്ക് കിടന്ന് വിലസും. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. ഒറ്റയ്ക്ക് കിടന്ന അങ്ങനെ പറ്റൂ? ഞങ്ങളല്ലേ പഴം. നിങ്ങൾ പഴം. അപ്പൊ നിങ്ങൾ എന്താ? വാഴയാ? വാഴ. പിന്നെ വാഴയും വെച്ചാ മതിയായിരുന്നു. അവിടെ തുടങ്ങി. കെട്ടിപ്പിടിക്കരുത്. അതെന്താ? നോ പ്രോബ്ലം. ഗുഡ് മോർണിംഗ് പറഞ്ഞു. കെട്ടിപ്പിടിക്കരുത്, എനിക്കിഷ്ടല്ല. ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങളെല്ലാരും ഞാൻ പെങ്ങന്മാരായിട്ടാണ്. നിങ്ങൾ കെട്ടിപ്പിടിച്ചോ, നിങ്ങൾ അതിനെ തൊട്ടോ, കുഴപ്പമില്ല. പ്രശ്നം ഇവിടെ എന്റെ പെർമിഷൻ ഇല്ലാതെ ഇന്ന് എന്റെ ബാക്കിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. നാളെ അവൾ എന്നെ ഉമ്മ വെച്ചാലോ? എനിക്ക് അറിഞ്ഞൂടെ കള്ളൻ. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.